മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ ഇല്ലെങ്കിൽ LDF 6 നിലയിൽ പൊട്ടുമെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. പിണറായിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഒന്നാം പിണറായി സർക്കാരാണ് മികച്ചത്. മന്ത്രിമാർക്ക് ഭരണ പരിചയം ഇല്ലാത്തതും സാമ്പത്തിക പ്രതിസന്ധിയും രണ്ടാം പിണറായി സർക്കാരിന്റെ മുന്നോട്ടു പോക്കിനെ ബാധിച്ചതായും വെള്ളാപ്പള്ളി. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായുണ്ടാണ്. വേറെ ആരും മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിലൂടെ ഭൂരിപക്ഷം മൂന്നാമതും കിട്ടി. പിണറായി അല്ലാതെ വേറെ ആരെങ്കിലും ജയിച്ചു കഴിഞ്ഞ് പ്രൊമോട്ട് ചെയ്ത് ഇവർ കൊണ്ടുവരാൻ പോയാൽ 6 നില പൊട്ടിത്തെറിക്കും ഇടതുപക്ഷം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പിണറായി വിജയൻ തന്നെ ഉണ്ടാവണം, അല്ലെങ്കിൽ പരാജയം ഉണ്ടാവും. ഉറപ്പല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പിണറായി വിജയൻ കേരളത്തിൽ വന്നപ്പോൾ, പാർട്ടി നേതൃത്വത്തിൽ വന്നപ്പോൾ മുമ്പുണ്ടായിരുന്ന സ്ഥിതി എന്താണ്? ഇവിടെ പാർട്ടി പരസ്പരം പോരടിച്ച് ഇങ്ങനെ തമ്മിൽ തല്ലുന്ന അവസരത്തിൽ ഇതെല്ലാം തന്നെ ഒത്തുകൂട്ടി വളരെ സംഘടനാപരമായി ഒന്നിച്ചു നിർത്തിക്കൊണ്ട് നേതൃപാഠവും കാണിച്ച ഒരു മഹൽ വ്യക്തിയാണ് അദ്ദേഹം. ആ മഹൽ വ്യക്തിയുടെ പ്രാഗൽഭ്യം കൊണ്ടാണ് ഇന്നും ഈ പാർട്ടി തളരാതെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ പിണറായി എന്ന ഒരു വ്യക്തികളുടെ നയപരമായ തീരുമാനങ്ങളും അടിസ്ഥാനത്തിലാണ്. രണ്ടാമത്തേതിനേക്കാൾ മെച്ചമായിരുന്നു ഒന്നാമത്തേത് എന്ന് പറയാതിരിക്കാനല്ല. പിന്നെ ഒന്നാമത്തെ ഭരണകാലത്തിരുന്ന മന്ത്രിമാരെല്ലാം തന്നെ വളരെ പ്രഗത്ഭന്മാരായിരുന്നു. അവരെല്ലാം നല്ല രീതിയിൽ പ്രഗത്ഭന്മാരും പരിചയസമ്പന്നമായിരുന്നു. മലപ്പുറത്തിനെതിരെ വീണ്ടും സമാന പരാമർശം ആവർത്തിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. മുൻപും പലതവണ അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയുള്ള പരാമർശമാണ് ഇത്തവണയും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. നേരത്തെ വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം, അതിനെതിരെ ശക്തമായ നിലപാടിലേക്ക് CPM വന്നിരുന്നില്ല. വെള്ളാപ്പള്ളിയുടെ പേര് പറയാതെ പോലുമായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിമർശനം ഉന്നയിച്ചിരുന്നത്. അതും ആ സമയത്ത് CPMന് എതിരെയുള്ള വിമർശനത്തിന് കാരണമായിരുന്നു. ഇപ്പോൾ വീണ്ടും വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെയുള്ള പരാമർശം, അത് മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയുള്ള പരാമർശം ആവർത്തിക്കുകയാണ്. ശരണ്യ സ്നേഹജൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശരണ്യ, മുൻപ് പറഞ്ഞതിന് കുറച്ചുകൂടി കട്ടികൂട്ടിയാണല്ലോ ഇപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിരിക്കുന്നത്. മഞ്ജുഷ, മലപ്പുറം വിഷയത്തിൽ താൻ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അക്കാര്യത്തിൽ തനിക്ക് തൻ്റെ മുന്നിൽ അസാധ്യമെന്നോ ഭയമെന്നോ ഒന്നും ഇല്ല എന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. അദ്ദേഹം നമുക്കറിയാം, കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് സമാനമായ രീതിയിൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ പരാമർശങ്ങൾ, അതായത് SNDPയുടെ പൊതുയോഗത്തിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരുന്നു. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്നും അവിടെ ഒരു പ്രത്യേക സംസ്ഥാനം എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നുമാണ് മലപ്പുറത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചൂണ്ടിക്കാട്ടി, അതായത് മുസ്ലിം വിഭാഗങ്ങളെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള പരാമർശം അദ്ദേഹം നടത്തിയത്. അത്തരത്തിൽ വർഗീയ പരാമർശം നടത്തിയതിന് പിന്നാലെ തന്നെ വലിയ വിവാദങ്ങൾ അതിന്മേൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. വാദപ്രതിവാദങ്ങൾ ഉണ്ടായി. ഒപ്പം സർക്കാർ അതിനെ, അല്ലെങ്കിൽ ഇടതുപക്ഷം അതിനെ ശക്തമായ രീതിയിൽ എതിർക്കുന്നില്ല എന്നുള്ള ആക്ഷേപം വലിയ തോതിൽ ഉണ്ടാവുകയും ചെയ്തു. ആദ്യഘട്ടത്തിലൊക്കെ ഇടതുപക്ഷം മൗനം പാലിച്ചെങ്കിലും പിന്നീട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് അത്തരം വിഷയങ്ങൾ, അതായത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന പ്രചാരണത്തിനും അത്തരത്തിൽ അതിന് ശരിയെന്ന് നിൽക്കുന്ന രീതിയിലുള്ള വാദങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് മുഖ്യമന്ത്രിക്കടക്കം പിന്നീട് പ്രതിഷേധങ്ങൾക്കൊടുവിൽ പറയേണ്ടി വന്നു. ആ സാഹചര്യത്തിൽ നിന്ന് കടന്നു വരികയാണെങ്കിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ എത്തി നിൽക്കുകയാണ്. ആ ഘട്ടത്തിൽ തൻ്റെ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. അദ്ദേഹം കുറച്ചുകൂടി കടുപ്പിച്ച് ആ വിഷയം സൂചിപ്പിച്ചു എന്നുള്ളതാണ്. അതായത് ഒരു ജനാധിപത്യ രാജ്യമല്ല, മറിച്ച് മതേതര രാജ്യമാണ്, അതായത് മതാധിപത്യ രാജ്യമാണ് മലപ്പുറം എന്നാണ് അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ മതപരമായ ചടങ്ങുകൾ നടക്കുന്ന ഘട്ടത്തിൽ അവിടെ ഒരു കട പോലും തുറക്കാൻ, അതായത് മറ്റ് വിഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അവിടെ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അവർക്കൊരു കട പോലും തുറന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു ആരെങ്കിലും പ്രവർത്തിക്കാൻ ആർജവം കാണിച്ച് മുന്നോട്ട് വരികയാണെങ്കിൽ സംഘർഷമുണ്ടാക്കി അത് അടപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. അത്തരത്തിൽ ഭയന്നാണ് മലപ്പുറത്തെ ആളുകൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും, അതായത് ഇത്തരം കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ അതാരും പറയാനുള്ള തൻ്റെ ഇടവും ആർജവും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ മത താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമേ മറ്റു വിഭാഗങ്ങൾക്ക് അവിടെ ജീവിക്കാനാകൂ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ ആ നിലപാടിൽ നേരത്തെ പറഞ്ഞ അത് മാത്രമല്ല, ഇപ്പോൾ മുമ്പ് ഈ രീതിയിലുള്ള പരാമർശം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയപ്പോൾ അത് മുസ്ലിം ലീഗിനെതിരെയുള്ള പരാമർശമാണ്. മലപ്പുറത്തിനെതിരെയോ അല്ലെങ്കിൽ മുസ്ലിം
മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെ ഉള്ള വിമർശനമല്ല എന്ന രീതിയിലായിരുന്നു CPM കണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷവും വെള്ളാപ്പള്ളി ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയാണല്ലോ ന്യൂസ് 18 നൽകിയ ഈ അഭിമുഖത്തിൽ. അദ്ദേഹം കൃത്യമായിട്ടും ഈ ഒരു മതവിഭാഗത്തിന്റെ താല്പര്യമാണ് മലപ്പുറത്ത് പ്രതിഫലിക്കുന്നത് എന്ന് തന്നെ പറയുകയാണല്ലോ. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിനെതിരെയും പറയുന്നുണ്ട്. പക്ഷേ രണ്ടും രണ്ടായിട്ട് തന്നെ അദ്ദേഹം പറയുകയാണല്ലോ. അത് തീർച്ചയായിട്ടും കോൺഗ്രസുമായി ബന്ധപ്പെട്ട UDFുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് അദ്ദേഹം ലീഗിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത്. ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ലീഗ് പ്രത്യേകിച്ച് UDF അധികാരത്തിൽ വന്നാൽ കെട്ടിത്തൂങ്ങിച്ചാകേണ്ട അവസ്ഥയാകും ഇവിടെ എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിൽ പോലും ഒരാളെ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് ചോദിക്കേണ്ട സാഹചര്യമാണ് എന്ന് അദ്ദേഹം UDFുമായി ബന്ധപ്പെട്ട കോൺഗ്രസുമായി ബന്ധപ്പെട്ട അടുത്ത തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനാണ് അത്തരത്തിലുള്ള മറുപടി പറഞ്ഞത്. പക്ഷേ ഇടപെടുകയാണ് ഇപ്പോൾ ഡോക്ടർ ഫസൽ ഗഫൂർ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ഡോക്ടർ ഫസൽ ഗഫൂർ, വെള്ളാപ്പള്ളി എന്താണ് ഇങ്ങനെ എപ്പോഴും ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതും അദ്ദേഹം മലപ്പുറത്തിനെതിരെയുള്ള പരാമർശം, മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയുള്ള പരാമർശം, ഇങ്ങനെ തന്നെ അദ്ദേഹം അത് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഒരു വേള CPM അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തിയിരുന്നു, ഇത് മുസ്ലിം ലീഗിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പരാമർശമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇനിയും അത് സാധ്യമാണോ? വെള്ളാപ്പള്ളി കൃത്യമായിട്ടും മലപ്പുറത്തിനെതിരെയും മുസ്ലിങ്ങൾക്കെതിരെയുമാണ് പറയുന്നത്. ഇത് മഞ്ജുഷേ, തലക്ക് വട്ടുള്ള ഒരാളെ പറ്റി നമ്മൾ എന്ത് ചെയ്യാനാ? പക്ഷെ എന്നാൽ കൂടി തങ്ങൾ മഞ്ജുഷ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. അത് ആദ്യം തന്നെ അതിന് സ്ഥിതിവിവര കണക്കുകൾ പരിശോധിക്കണം. നമുക്ക് ഇവിടെ ഒരു ഹോട്ടൽ നോമ്പ് കാലത്ത് തുറക്കണില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധ നുണയാണ്. ഇഷ്ടംപോലെ ഹോട്ടലുകൾ ഇവിടെ തുറക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഇരിക്കുന്നത്. മെഡിക്കൽ കോളേജിലെ ക്യാൻറ്റീനും മെഡിക്കൽ കോളേജിന് പുറത്തുള്ള ഹോട്ടലുകളും ഒക്കെ ഇവിടെ തുറന്നിരിക്കുന്നുണ്ട്. അത് വളരെ തെറ്റായിട്ടുള്ള നിഗമനമാണ്. അതായത് ഇവിടെ എല്ലാ കച്ചവടങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഹോട്ടലുകൾ തുറക്കാതിരിക്കുന്നുണ്ട്. അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അവിടെ ഭക്ഷണം കിട്ടാതെ ഇവിടുത്തുള്ള മറ്റുള്ളവരെല്ലാവരും പട്ടിണി കിടക്കണം എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിക്കാത്ത മുസ്ലിമും പട്ടിണി കിടക്കൂലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ കാര്യം, പിന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ഒന്നാമത് തന്നെ മലപ്പുറത്തെ പറ്റിയിട്ട് അഭിപ്രായം പറയുന്നത് മലപ്പുറത്തുള്ള ഹിന്ദുക്കളാണ് അഭിപ്രായം പറയുന്നത്. അല്ലാതെ അവിടെ ചേർത്തലയിലിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനായിട്ട് അഭിപ്രായം പറഞ്ഞത്. ഇവിടെ എന്താണ് നടക്കുന്നത്, ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് അങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത്. അവിടെ അങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ള തീരുമാനിക്കുന്നത് DCC പ്രസിഡന്റ് ജോയ് ആണ്. മനസ്സിലല്ലേ? പൊന്നാണി വിട്ടിട്ട് ഒരുപാട് നിയോജക മണ്ഡലങ്ങളിൽ ഇപ്പൊ നന്ദകുമാറാണ് പൊന്നാണിയിലെ MLA. ഇതൊക്കെ നമ്മൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയേണ്ടതല്ലേ ഇവരെല്ലാം? CPM പക്ഷേ മുൻപ് വെള്ളാപ്പള്ളി ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെ പരാമർശം നടത്തിയപ്പോൾ ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി വൈകാതെ കേരളം പോകും, ഈഴവർ ഒന്നിച്ചാൽ അത് തടയാൻ കഴിയുമെന്നൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞപ്പോൾ അവിടെയൊക്കെ മുസ്ലിം ലീഗിനെതിരെയാണ് വെള്ളാപ്പള്ളി പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ വെള്ളാപ്പള്ളിയുമായി വേദി പങ്കിടുകയും അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തത് നമ്മളിവിടെ കണ്ടതാണ്, മുഖ്യമന്ത്രി പോലും. അത് എന്റെ അഭിപ്രായത്തിൽ അത് വളരെ നയം ശരിയല്ല.